മോഹൻലാലിനെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കയറി ട്രെൻഡാകും എന്നതിൽ യാതൊരു സംശയമില്ല. അത് സിനിമയാണെങ്കിലും ആഡാണെങ്കിലും ഒരു ചെറിയ ഫോട്ടോ ആണെങ്കിൽ പോലും അത് ട്രെൻഡാകുന്നത് സാധാരണ ഒരു താരത്തെക്കാളും വലിയ രീതിയിലാകും എന്നത് കാണിച്ചു തരികയായിരുന്നു മോഹൻലാൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നേ ദിവസവും. ഒരു ആഡ് വന്നു. ഇപ്പോൾ ആ ആഡ് യൂട്യൂബിൽ തന്നെ 1 മില്യൺ കാഴ്ചക്കാരെ ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ വിൻസ്മേര എന്ന ജ്വല്ലറിയുടെ പേജിന് 2K സബ്സ്ക്രൈബേഴ്സിനെയും ഉണ്ടാക്കി കൊടുത്തു. എല്ലാം പുതിയതാണ്. പുതിയതായിട്ട് വന്നപ്പോൾ മോഹൻലാലിന്റെ ആഡ് കയറി ട്രെൻഡാകുകയും അത് ഇനിയും കൂടുതൽ ദൂരം ഓടുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് അവിടെ നിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ടീസറുമായി എത്തി. അവിടെയും ട്രെൻഡ്. ഇത് അവിടെ തീരുന്നില്ല. പിന്നീട് ഇനി മോഹൻലാൽ എത്താൻ പോകുന്നത് മറ്റൊരു ഗംഭീര സംഭവമായിട്ടാണ്. ഒരു ഇവന്റിൽ മോഹൻലാലിന്റെ കുറച്ച് ലുക്കുകൾ പുറത്തു വന്നപ്പോൾ അത് അടുത്ത ട്രെൻഡ് ഇറങ്ങി. സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് മോഹൻലാൽ എന്ന് തന്നെ പറയാം. പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ ഇന്നലെ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ഒരു പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. സ്ത്രൈണഭാവത്തിൽ മോഹൻലാൽ എത്തിയ ഈ പരസ്യം നിമിഷ നേരം കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. മികച്ച അഭിപ്രായമാണ് പരസ്യത്തിന് എല്ലാ കോണിൽ നിന്നും ലഭിക്കുന്നത്. ഇതിന്റെ അഭിപ്രായങ്ങൾ കൂടുതലും പ്രേക്ഷകരിൽ നിന്ന് വന്നപ്പോൾ പിന്നീട് വന്നത് സെലിബ്രിറ്റികളിൽ നിന്നാണ്. ഖുഷ്ബു അടക്കം മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് എത്തിയത് കൗതുകരമായി മാറി. ഇപ്പോഴിതാ ഇന്ന് സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ടീസറും മോഹൻലാൽ ഇറക്കി വീണ്ടും ട്രെൻഡിങ്ങിൽ. ഇദ്ദേഹം ഏത് വേഷത്തിൽ വന്നാലും മികച്ചതായി മാറ്റും എന്നാണ് ആരാധകർ പറയുന്നത്. അങ്ങനെ വേഷപ്പകർച്ചകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇപ്പോഴിതാ അതിന് പിന്നാലെ മീശയും പിരിച്ച് മോഹൻലാൽ ഒരു ഇവന്റിന് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ മീശപുരിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഐഡിയ സ്റ്റാർ സിംഗറിൽ മോഹൻലാൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിലാണ് എത്തിയത്. ഇപ്പോഴിതാ മറ്റൊരു ഇവന്റ്. അവിടെ നിന്നും ഓൺലൈൻ മീഡിയക്കാർക്ക് ഗംഭീര മോഹൻലാലിന്റെ കുറെ ചിത്രങ്ങൾ കിട്ടുകയും ചെയ്തു. മീശയൊക്കെ പിരിച്ച് പക്ക മാസ് ലുക്കിൽ മോഹൻലാൽ എത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതും ട്രെൻഡിങ്. പപ്പ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ മോഹൻലാലിന്റെ ലുക്ക് ഇതായിരിക്കുമെന്ന് തന്നെയാണ് പല ട്രാക്കർമാരും അടിവരയിട്ട് പറയുന്നത്. അപ്പോഴാണ് മോഹൻലാലിന്റെ പുതിയ മീശ പൊരിച്ചുള്ള ലുക്ക് കൂടി എത്തിയിരിക്കുന്നത്. പുതിയൊരു ഇവന്റിൽ മോഹൻലാൽ എത്തിയപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഗംഭീര ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വൈറലായിരിക്കുകയാണ്. എന്തായാലും മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നടൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ട്രെൻഡ് ഇവിടെയെങ്ങും അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മോഹൻലാലിന്റെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ വരാൻ പോവുകയാണ്. കാത്തിരുന്നോളൂ സോഷ്യൽ മീഡിയയിൽ തന്നെ. കൂടാതെ ചില വമ്പൻ അപ്ഡേറ്റുകൾ കൂടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതുടനെ തന്നെ പുറത്തു വരും. എന്തായാലും പുതിയ ലുക്കുകളിൽ ഭവപ എന്ന ചിത്രത്തിൽ മാസ് മോഹൻലാൽ കാണിക്കുമ്പോൾ മോഹൻലാലിന്റെ ഈ അഭിനയ മികവിനെ പ്രശംസിച്ചുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള സംവിധായകർ പോലും മോഹൻലാലിന്റെ ഈ പ്രകടനത്തെ പറയുന്നത് ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്ന ഏക സൂപ്പർ താരം, സമാനതകളില്ലാത്ത നടൻ എന്നായിരുന്നു. ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ ആയിരുന്നു ഇക്കാര്യം പറഞ്ഞത്. ബിനീഷ് കൊടിയേരി പറഞ്ഞു, പരമ്പരാഗത ആഭരണ പരസ്യത്തിന്റെ സങ്കല്പങ്ങൾക്ക് ഒരു മാറ്റം. സ്ത്രൈണഭാവത്തിൽ ലാലേട്ടന്റെ പകർന്നാട്ടം സമൂഹം പരമ്പരാഗത ചരുകളിൽ കുടുങ്ങി കിടക്കാനുള്ളതല്ല എന്ന സന്ദേശം കലാകാരന്മാർ സമൂഹത്തോട് പറയാൻ പറ്റുന്നത് അവരുടെ കലയിൽ കൂടിയാണ്. എല്ലാവരെയും മനുഷ്യരായി കാണാനും എല്ലാവിധത്തിൽപ്പെട്ട വൈവിധ്യമുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളണമെന്ന സന്ദേശം നൽകുന്ന ഒരു പരസ്യം. എന്തൊരു മനോഹരമായ പരസ്യമാണ്. ഇത് ചെയ്യാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. നമ്മുടെ പവർ ഹൗസായ ലാലേട്ടൻ എത്ര ധൈര്യത്തോടെയാണ് ഇത് ചെയ്തത്. ഓരോ പുരുഷനിലുമുള്ള സ്വാഭാവികമായ സ്ത്രൈണതയെ അംഗീകരിക്കുകയും അത് വളരെ മനോഹരമായി പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ജെൻഡർ എന്ന വിഷയത്തിന് ഏറെ സ്വീകാര്യതയും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് സൂക്ഷ്മതയോടെയും കരുതലോടെയും വിഷയത്തെ സമീപിച്ചിരിക്കുന്നു. ചിന്തനീയമായ ഈ ആശയം മുന്നോട്ട് വെച്ചതിന് പ്രകാശ് വർമ്മയ്ക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ. മോഹൻലാൽ സാർ, നിങ്ങൾ തകർത്തു. നിങ്ങൾക്ക് മാത്രമേ ഇത്തരമൊരു ആശയത്തോട് നീതി പുലർത്താൻ കഴിയൂ. നിങ്ങളെ ഓർത്ത് വളരെ അഭിമാനമുണ്ട് എന്ന് ഖുഷ്ബു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ഗംഭീരമാകുന്നത്. അങ്ങനെ എത്രയെത്ര താരങ്ങളും സംവിധായകരും ഒക്കെ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എത്തുന്നു. മോഹൻലാൽ ആണെങ്കിൽ ഓരോ നിമിഷവും തന്റെ പുതിയ അപ്ഡേറ്റുകൾ നൽകി നമ്മളെ വിസ്മയിപ്പിക്കുന്നു. എന്തായാലും ഭവബയിൽ മോഹൻലാലിനെ ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് താടിയൊക്കെ ട്രിം ചെയ്ത് വരുന്ന ലുക്ക് ആരാധകർ ആഘോഷിക്കുകയാണ്. ഇനിയൊന്ന് പടമിറങ്ങി കിട്ടിയാൽ മതി.